എല്ലാവരുടെയും ധാരണ യോഗ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഫോം ഓഫ് എക്സസൈസ് ആണ് എന്നുള്ളതാണ്. എന്ത് ആസനം എപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു രോഗി എന്ത് ആസനം ചെയ്യണം എന്നുള്ളതൊക്കെ വ്യക്തമായി അറിയാനായിട്ട് എപ്പോഴും ഒരു വിദഗ്ധനായ ഒരാളുടെ അടുത്ത് തന്നെ യോഗ പഠിക്കണം. യോഗ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഒരാൾക്ക് പറഞ്ഞു തരുന്നതിൽ പരിധികളുണ്ട്. മലയാളത്തിലെ ആദ്യ ആരോഗ്യ വാർത്താ ചാനൽ ഡോക്ടർ ലൈവ്. ആരോഗ്യം തന്നെയാണ് യഥാർത്ഥ സമ്പത്ത്. നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക സൗരഭ്, കൊച്ചി അമൃത ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻ്റഗ്രേറ്റീവ് മെഡിസിനിലെ സീനിയർ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതത്തിൻ്റെ ഒരു ശാസ്ത്രശാഖയായി കണക്കാക്കപ്പെടുകയാണ്. യോഗ എന്നത് വെറുമൊരു സാധാരണ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു വ്യായാമ രീതി എന്നുള്ളതിനെ കവിഞ്ഞ് അതൊരു ജീവിതശൈലി കൂടിയാണ് എന്ന് വളരെ വൈകിയാണ് ആൾക്കാർ ഓരോരുത്തരും തിരിച്ചറിയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ധാരണ യോഗ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഫോം ഓഫ് എക്സസൈസ് ആണ് എന്നുള്ളതാണ്. അതിലുപരി യോഗ എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷി അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 8 അംഗങ്ങളെ ആയിട്ടാണ്. അതിനെ അഷ്ടാംഗ യോഗ എന്ന് പറയുന്നു. അതിൽ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്നിങ്ങനെ 8 അംഗങ്ങളായി അതിനെ തരംതിരിച്ചിട്ടുണ്ട്. അതിലെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഇന്നീ കാണുന്ന ആസനങ്ങൾ അഥവാ പോസ്റ്റേഴ്സ്, ഫിസിക്കൽ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് യമവും നിയമവും ഉണ്ട്. യമവും നിയമവും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഏതൊരു രീതി ഫോളോ ചെയ്താലും അതിലൊരു ഫൗണ്ടേഷനുണ്ട്, കുറച്ച് നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ യോഗ എന്ന് പറയുന്ന ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾ പാലിക്കേണ്ട രീതികളാണ് യമവും നിയമവും. ഉദാഹരണത്തിന് ഒരാൾ വളരെയധികം ശുചിത്വം പാലിക്കണം, അല്ലെങ്കിൽ സത്യസന്ധനായിരിക്കണം എന്നൊക്കെയുള്ള നിയമങ്ങളാണ് യമവും നിയമവും പറയപ്പെടുന്നത്. അത് ചെയ്ത ഒരാൾക്ക് മാത്രമേ ആസനം എന്ന് പറഞ്ഞ പോസ്റ്റേഴ്സ് ചെയ്യാനായിട്ടുള്ള അവകാശമുള്ളൂ എന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് എല്ലാവരും തന്നെ ആസനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ എന്തുദ്ദേശത്തിലാണ് ഈ ആസനങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മളിതെല്ലാം സത്യസന്ധരാണ്, നമ്മൾ ആരുടെയും കള്ളത്തരങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു ധൈര്യത്തിൻ്റെ പുറത്താണ് എല്ലാവരും ആസനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും അത് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നില്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ആസനങ്ങൾ ചെയ്യാം. എല്ലാ ദിവസവും ആസനങ്ങൾ നമ്മളുടെ ഭാഗമാക്കാം. എന്ത് ആസനം എപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു രോഗി എന്ത് ആസനം ചെയ്യണം എന്നുള്ളതൊക്കെ വ്യക്തമായി അറിയാനായിട്ട് എപ്പോഴും ഒരു വിദഗ്ധനായ ഒരാളുടെ അടുത്ത് തന്നെ യോഗ പഠിക്കണം. കാരണം ഇങ്ങനെയുള്ള ശാസ്ത്രശാഖകൾ ഗുരുമുഖത്ത് തന്നെ പഠിക്കണം എന്നുള്ളത് ഒരു വിശ്വാസവും അതിൻ്റെ ഒരു ഭാഗവുമാണ്. യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ആസനത്തെക്കുറിച്ച് പറഞ്ഞു. അടുത്തത് നമുക്ക് പ്രാണായാമത്തെക്കുറിച്ച് പറയാം. പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന വൈറ്റൽ ഫോഴ്സിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഈ വൈറ്റൽ ഫോഴ്സിൻ്റെ വ്യത്യാസത്തിലൂടെ നമുക്ക് സുഖവും അല്ലെങ്കിൽ അസുഖവും ഉണ്ടാകുന്നു. അപ്പം പ്രാണൻ്റെ ഫ്ലോ, ശരീരത്തിലാകമാനമുള്ള പ്രാണൻ്റെ ഫ്ലോ കുറയുമ്പോൾ അതിനെ നമുക്ക് ശരീരത്തിൽ വൈറ്റൽ ഫോഴ്സിൻ്റെ കുറവുണ്ടാകുകയും അങ്ങനെ നമുക്ക് അസുഖത്തിലേക്ക് പോവുകയും അതേപോലെ തന്നെ കൂടുമ്പോൾ അതും അസുഖത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ബാലൻസ് ആണ് നമ്മൾ സ്വാസ്ഥ്യം എന്ന് പറയുന്ന അസുഖമില്ലാത്ത അവസ്ഥ. അപ്പം ഈ സ്വാസ്ഥ്യം, ഉദാഹരണം പറയാം, നമുക്ക് പ്രാണൻ്റെ ഫ്ലോ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് കൂടുകയാണെങ്കിൽ അതിനെ നമ്മൾ വേദന എന്ന് പറയുന്നു. അതേപോലെ തന്നെ പ്രാണൻ്റെ ഫ്ലോ ശരീരത്ത് കുറയുകയാണെങ്കിൽ അതിനെ നമുക്ക് തരിപ്പ് എന്ന് പറയാം. അപ്പം ഇതാണ് സാധാരണമായി യോഗയിൽ നമ്മൾ സ്വാസ്ഥ്യത്തിനെ അല്ലെങ്കിൽ ആരോഗ്യത്തിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി പ്രാണായാമത്തിലേക്ക് വരാം. എന്തിനാണ് പ്രാണായാമം ഉപയോഗിക്കുന്നത്? പ്രാണായാമത്തിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പ്രാണനെ കറക്റ്റ് ചെയ്യാണ്. പ്രാണ ആയാമം, അതായത് പ്രാണൻ്റെ ഫ്ലോയെ ശരീരത്തിലാകമാനം റെക്ടിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പം പ്രാണായാമം പല രീതിയിൽ നമുക്ക് ചെയ്യാം. എല്ലാവരുടെയും ചിന്ത ശ്വാസത്തിലൂടെ മാത്രമേ പ്രാണായാമം ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ശ്വാസത്തിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെ അതൊരു ടെക്നിക്കാണ്. അത് കൂടാതെ നമുക്ക് ശബ്ദത്തിലൂടെ ചെയ്യാം. ഉദാഹരണത്തിന് ഭ്രാമരി പ്രാണായാമ എന്ന് പറയുന്ന പ്രാണായാമ ശബ്ദതരംഗങ്ങളിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞു വരുന്നതാണ് പ്രത്യാഹാരം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പതഞ്ജലി മഹർഷി പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ
പ്രതി പ്ലസ് ആഹാരം, ഇതാണ് സംസ്കൃതത്തിൽ പറയാം. അപ്പോൾ പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ ആഹാരങ്ങളെ നിയന്ത്രിക്കുക. അപ്പം എന്താ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നിയന്ത്രിക്കുകയാണോ അത് ഉദ്ദേശിക്കണേ? അല്ല. ആഹാരം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് 5 സെൻസസ് ആണുള്ളത്, 5 സെൻസസ്. ഈ ഓരോ സെൻസിനും അതിൻ്റേതായിട്ടുള്ള ആഹാരങ്ങളുണ്ട്. ഉദാഹരണത്തിന് കണ്ണിൻ്റെ ആഹാരം എന്താ? കാഴ്ചയാണ്. ചെവിയുടെ ആഹാരം ശബ്ദമാണ്. അപ്പോൾ ഓരോ 5 സെൻസസിലുള്ള ആഹാരങ്ങളെ റെക്ടിഫൈ, നമ്മൾ ഒരിക്കലും കൺട്രോൾ എന്നുള്ള വേർഡ് ഉപയോഗിക്കരുത്. കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുകയാണ്. നമ്മൾ ഒന്നിനെ അടിച്ചമർത്തുന്നില്ല, അതിനെ കറക്റ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ ചെയ്യുന്നത്. അപ്പം 5 സെൻസസിലുള്ള ആഹാരങ്ങളെ കൺട്രോൾ ചെയ്യുക, ലിമിറ്റ് ചെയ്യുന്നതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുക. ഈ പ്രത്യാഹാരം ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ അവന് ഫോക്കസ് ഉണ്ടാവും. അപ്പം പ്രത്യാഹാരം ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര നേരം വേണേലും കണ്ണടച്ച് അനങ്ങാതിരിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ, ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് അങ്ങനെ കുറച്ചു നേരം ഇരിക്കുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ധാരണ എന്ന് പറയാം. ഈ ധാരണ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ധ്യാനത്തിലേക്കാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ധാരണയാണ്. പൊതുവേ കുറച്ചു നേരം നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, നമുക്ക് അധികം നേരം ഇരിക്കാൻ പറ്റില്ല. ധ്യാനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ധാരണ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ധ്യാനത്തിലേക്ക് പോകും. അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ സമാധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്കാണ്. നമുക്കിപ്പം അതിലേക്കൊന്നും പോകണ്ട, പക്ഷേ നമുക്ക് സ്വാസ്ഥ്യം ലഭിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എല്ലാവരുടെയും ധാരണ ആസനം ചെയ്താൽ അപ്പം തന്നെ യോഗയുടെ ഗുണങ്ങൾ കിട്ടും എന്നാണ്. അത് തെറ്റായ ധാരണയാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നല്ലപോലെ പ്രാണായാമങ്ങളാണ്. പ്രാണായാമം ചെയ്ത് ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം അതിൻ്റെ കൂടെ നമുക്ക് ആസനങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു മതം. ഇന്ന് ലോകത്ത് ആകമാനം ഒരുപാട് യോഗ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചസ് നടക്കുന്നുണ്ട്. അപ്പം എല്ലാം ക്ലിനിക്കൽ റിസർച്ചസും റാൻഡമൈസ് കൺട്രോൾ ട്രയലും ഒരുപാട് നല്ല രീതിയിലുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. നല്ല റിസൾട്ടുകളും കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന റിസർച്ച് എന്ന് പറയുന്നത്, ഇവിടെ കുട്ടികൾ, അഡോളസൻ്റ് ആയിട്ടുള്ള കുട്ടികളിൽ നമ്മൾ യോഗ ടെക്നിക്കുകൾ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, മാനസികവുമായിട്ടുള്ള മാറ്റങ്ങൾ, അതേപോലെ തന്നെ മനസ്സിൻ്റെ അവബോധത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് ഞങ്ങൾ അളക്കുന്നത്. അതിൽ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഞങ്ങൾക്കൊരു പൈലറ്റ് സ്റ്റഡിയിലൂടെ ലഭിച്ചത്. ഇത് തന്നെയാണ് ലോകത്താകമാനം ഇന്ന് യോഗയിലൂടെ പല രീതിയിലും പല പേഷ്യൻസിലും നമ്മൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ടെക്നിക്കുകളാണ്. ഉദാഹരണത്തിന് റീസെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡിയിൽ ക്യാൻസർ പേഷ്യൻസിൻ്റെ മാനസിക നിലയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവരുടെ മനസ്സിന് ഉണ്ടാകുന്ന ടെൻഷനോ അല്ലെങ്കിൽ സ്ട്രെസ്സിൽ നിന്നുള്ള മോചനം ഒക്കെ യോഗയിലൂടെ സാധ്യമായി എന്നുള്ള പഠനങ്ങൾ കാണാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആൾക്കാരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ബാക്കിയുള്ള തരത്തിലുള്ള സൂം പോലുള്ള കാര്യങ്ങളും ഒക്കെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ യോഗയുടെ സാധ്യത പണ്ടത്തേതിനേക്കാളും കൂടുതലാണ്. ഏതൊരു ഭാഗത്തു നിന്നും ഏതൊരാൾക്കും എവിടെ നിന്നും യോഗ ചെയ്യാമെന്നുള്ളൊരു അവസരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ യോഗയ്ക്കായി മാറ്റിവെച്ചുകൂടാ? യോഗ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഒരാൾക്ക് പറഞ്ഞു തരുന്നതിൽ പരിധികളുണ്ട്. അത് എപ്പോഴും അവനവൻ തന്നെ അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യോഗ ഈസ് നെവർ എക്സ്പീരിമെന്റൽ, ഇറ്റ് ഈസ് എക്സ്പീരിയൻഷ്യൽ. ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഡോക്ടർ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദ ഫസ്റ്റ് 24/7 ഹെൽത്ത് ന്യൂസ് ചാനൽ.